വിശേഷാൽ പൂജകളോടെ തിരുനാവായയിൽ കേരള കുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്നു. മാഘമഹോത്സവം എന്ന പേരിലാണ് കേരള കുംഭമേള ആചരിക്കുന്നത്. തിരുനാവായയിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും തിരുനാവായ ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ ചിത്രീകരണം നടക്കുമ്പോൾ മാഘമഹോത്സവത്തിൻ്റെ ഉദ്ഘാടന സുദിനമാകുന്നു. അതുകൊണ്ട് തന്നെ അധികം ജനത്തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 കൂടി എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ നിള ആരതി നടക്കുന്നു. നിളയെ ദേവതയായി കണ്ട് പൂജിക്കാൻ കാരണമുണ്ട്. മാഘമാസത്തിൽ ഗംഗയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ എല്ലാ ദേവതകളും സാന്നിധ്യമാകുന്ന പുഴയായി മാറുന്നവളാണ് ഭാരതപ്പുഴ എന്ന് ചിന്തിക്കുക. ഭാരതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തുള്ള ഒരേ ഒരു ഭാരത എന്ന പേരുള്ള പുണ്യനദി കൂടിയാണ് ഭാരതപ്പുഴ. നടന്ന് തിരുനാവായ ക്ഷേത്ര അങ്കണത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പിതൃതർപ്പണത്തിനായി ധാരാളം പേർ എത്തിച്ചേർന്നതായി കണ്ടു. നമ്മുടെ നാട്ടിലെ സർവ്വചരാചരങ്ങൾക്കും അന്നപൂർണേശ്വരിയായി വർത്തിക്കുന്ന ഭാരതപ്പുഴയെ അമ്മയായി ആരാധിക്കുന്ന വേളയാണ് നിള ആരതി നടക്കുന്ന ദിനങ്ങൾ. വാദ്യ ഘോഷങ്ങളോടെ ഈ നാളുകളിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നിള ആരതി ഉണ്ടായിരിക്കുന്നത്. കാശിയിൽ ഗംഗ ആരതി നടത്തുന്നവരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും നിള ആരതി ഇവിടെയും നടത്തിപ്പോരുന്നത്. സൂര്യൻ മകരരാശിയിൽ സ്ഥിതി ചെയ്യുകയും ഗുരു അഥവാ ബൃഹസ്പതി കുംഭരാശിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന അപൂർവ ഗ്രഹയോഗം മാഘമാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശേഷാൽ മഹോത്സവം ഈ ദിനങ്ങളിൽ നടത്തിപ്പോരുന്നത്. ഇത് അനാദികാലമായി നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് പണ്ട് രാജ്യഭരണകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് നിർത്തിപ്പോരുകയാണ് ഉണ്ടായിരുന്നത്. വലിയൊരു വീറോടും വാശിയോടും 2016 മുതൽ വീണ്ടും ഇത് പുനരാരംഭിക്കപ്പെട്ടു. കാശിയിൽ ഗംഗ ആരതി നടത്തുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും കർമ്മങ്ങൾ നടത്തുന്നത്. കേരളത്തിൻ്റെ കുംഭമേളയിൽ പങ്കെടുക്കുക എന്നത് ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമായി കാണേണ്ടതാണ്. നേരിട്ടെത്താൻ കഴിയാത്തവരെ പോലും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഈ മഹോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഹിന്ദുവിൻ്റെ വിരാട് രൂപം ഉണരുന്ന ഈ പദ്ധതിയിൽ പങ്കെടുക്കുക എന്നത് ഓരോ ഹിന്ദുവിൻ്റെയും ധാർമ്മികതയാണ്. മഹാഭാഗ്യമെന്ന് പറയുമ്പോൾ ഈ മേളയുടെ ഉദ്ഘാടന ദിവസത്തെ ബഹുമാന്യ കേരള ഗവർണർ ഈ കർമ്മപതി ഉദ്ഘാടനം ചെയ്ത തന്നെ വേളയിൽ മാന്യ സദസ്സിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഗവർണറുടെ ഉദ്ഘാടനം ആരംഭിച്ചതും
അവസാനിച്ചതും നമ്മുടെ ദേശീയ ഗാനത്തോടെയായിരുന്നു. ഉജ്ജ്വല പ്രതീകമായി മാറുന്നു. ജനുവരി 16 മുതൽ ഫെബ്രുവരി 3 വരെ വളരെ ആഘോഷകരമായി ഒരുപാട് ഭക്തന്മാർ ഈ പുണ്യസംഗമം അവരവരുടെ സീറ്റിൽ സ്ഥാനം ആന്തരിക ഗവർണറെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ ദിവ്യമായ വചനങ്ങൾ ശ്രവിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി കാണുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പലവിധ മഠങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആശ്രമങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ധാരാളം പേർ ഇവിടെ എത്തിച്ചേരുന്നതായി കണ്ടു. ഈ ആഘോഷത്തിൻ്റെ അവസാന നാളുകൾ അടുക്കുമ്പോഴേക്കും നിളാനദിയുടെ 2 കരയിലും ജനപ്രവാഹമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം, വിശ്രമം എല്ലാം പരിമിതമായ സൗകര്യങ്ങളോടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങ് കഴിഞ്ഞ് ഗവർണർ തിരിച്ചു പോകുന്ന രംഗമാണ് വേദിയിൽ കാണുന്നത്. ഏതായാലും ഈ പവിത്രമായ